കലങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരടക്കം വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ചുരുങ്ങിയ സമയം മാത്രമേ വാക്കുകൾക്കുള്ളൂ. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ രാജമോഹൻ അവർ, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറും ഈ കപ്പലിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത് ഏറ്റുവാങ്ങുകയാണ് നമ്മൾ ചെയ്തത്. ഇത്തവണ തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ പ്രയാണം ആരംഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം കാഞ്ഞങ്ങാടിന്, പ്രത്യേകിച്ച് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന് കിട്ടി എന്നുള്ളത് ഏറ്റവും അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം നമ്മളേറ്റുവാങ്ങുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പരീക്ഷാ ഭവനിലെ ഉദ്യോഗസ്ഥനുമായ ഡോക്ടർ ഗിരീഷ് ചോലായി, ശ്രീ വേണുഗോപാൽ, അധ്യക്ഷവേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. അവിടെ എല്ലാം പേരെടുത്ത് പറയേണ്ടതാണ്. പക്ഷേ സമയപരിമിതി കൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. ഉത്സവത്തിന് മുമ്പ് കാസർഗോഡ് കണ്ണൂരിൻ്റെ ഭാഗമാണ്. അപ്പോൾ കപ്പ് സുജാത ടീച്ചർ പറഞ്ഞ പോലെ കണ്ണൂർ വരെത്തി. ഇനി വളപട്ടണം പാലം കടന്ന് ഇങ്ങോട്ടെത്താൻ അധികം ദൂരവുമില്ല. നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ അധികവും കാലവും വേണ്ടി വരില്ല. ഈ സ്കൂളിൽ ട്രോഫിയുമായിട്ടുള്ള പ്രയാണം തുടങ്ങുന്നു. നിങ്ങൾക്കറിയാം, ഈ ട്രോഫി വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്നമാണ്. ഈ ട്രോഫി നേടിയെടുക്കുന്നവർക്ക് ഒരു ദിവസം മാത്രമേ ഈ ട്രോഫി ഈ യന്ത്രവൽകൃത യുഗത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും സ്നേഹവും ഇത്തിരി കൊന്നപ്പൂക്കളും എന്ന കവിത എഴുതിയ വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ 1985 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന TN ജേക്കബിനോട് ആവശ്യപ്പെട്ടു, ഈ സ്കൂൾ കലോത്സവത്തിൽ വിജയിക്കുന്നവർക്ക് ഒരു സ്വർണ്ണ കപ്പ് തന്നെ കൊടുക്കണം. അദ്ദേഹത്തിന്റെ ആശയം അന്നത്തെ ഗവൺമെന്റ് ഗൗരവമായി പരിഗണിച്ചെങ്കിലും അടുത്ത വർഷം അത് കൊടുക്കണമെന്നാണ് ആവശ്യം ഉന്നയിച്ചതെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അടുത്ത വർഷം സ്വർണം പൂശിയ ഒരു നടരാജ വിഗ്രഹമാണ് ഇതിന്റെ ട്രോഫിയായി തിരഞ്ഞെടുത്തത്. പക്ഷെ അടുത്ത വർഷമെങ്കിലും വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ആശയം പ്രാവർത്തികമാക്കണമെന്ന് കണ്ട് 107 പവന്റെ ഒരു ട്രോഫി തയ്യാറാക്കാനാണ് ആദ്യം തീരുമാനിച്ചത്. ട്രോഫി തയ്യാറാക്കി വന്നപ്പോൾ അത് 117 പവനായി മാറി. കോയമ്പത്തൂരാണ് ഇതിന്റെ രൂപകൽപ്പന നടത്തി ഇത് നിർമ്മിച്ചെടുത്തത്. അപ്പോൾ ഈ ട്രോഫി ആദ്യമായി കരസ്ഥമാക്കാനുള്ള ഭാഗ്യം കിട്ടിയത് കോഴിക്കോട്ട് വെച്ച് നടന്ന തിരുവനന്തപുരത്തുകാർക്കാണ് അതിൻ്റെ ഭാഗ്യം ലഭിച്ചത്. തിരുവനന്തപുരത്തുകാര് അവിടെ ഓരോ ജില്ലയ്ക്കും ഇങ്ങനെ കൈമാറി ഒരു ദിവസം ട്രോഫി നേടുന്ന ആളുകൾക്ക് അവർ കൈവശം വയ്ക്കാൻ കഴിയുകയും അന്ന് വൈകിട്ട് ഇത് ട്രഷറിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ ജേതാക്കൾ എന്ന് പറയുന്ന കണ്ണൂരാണ്. കണ്ണൂർ ഒരു ദിവസം ഈ ട്രോഫി വിദ്യാർത്ഥികൾ കൈവശം വെച്ചിട്ട് വൈകിട്ട് കണ്ണൂരിലെ ട്രഷറിയിൽ വെക്കുകയും ട്രഷറിയിൽ നിന്ന് ഇത് 117 പവനുള്ളത് കൊണ്ട് വൻപിച്ച സുരക്ഷയോടുകൂടി വേണം ഇത് കൊണ്ടുപോകാൻ. അപ്പോൾ ആ സുരക്ഷാ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടാണ് ഇന്നിവിടെ ഇത് എത്തിയിരിക്കുന്നത്. ഈ ട്രോഫിയുടെ പ്രയാണം കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഈ ട്രോഫി കാണിക്കണം. കാര്യം കേരളത്തിലെ 14 ജില്ലയിലെ ആളുകൾക്കും തിരുവനന്തപുരത്ത് പോയി ഇത് കാണാനുള്ള ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഇത് വളരെ പ്രശസ്തി കൊടുത്ത്, പരസ്യം കൊടുത്ത്, അല്ലെങ്കിൽ ഇതിവിടെ നടക്കുന്ന ചടങ്ങുകളോടുകൂടി ഇവിടെ പ്രിന്റഡ് മീഡിയ ഉണ്ട്, ഇലക്ട്രോണിക് മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ യാത്ര പുറപ്പെടുന്നവരും എല്ലാ ജില്ലകളെയും അവർ അറിയിച്ച് ഇത് കാണാൻ താല്പര്യമുള്ളവർ കാണാനൊരു അവസരം കൊടുക്കുകയാണ്. കാരണം ഞാൻ ഈ പ്രയാണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ആരാധനായിട്ടുള്ള MP രാജ്മോഹൻ സാർ, സുജാത ടീച്ചർ, ഡെപ്യൂട്ടി ഡയറക്ടർ, മറ്റു വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകന്മാരെ, ഈ ഒരു സ്വർണ്ണക്കപ്പിൻ്റെ മൂല്യം വർഷം കൂടുന്തോറും സ്വർണത്തിൻ്റെ വില കുതിക്കുന്നതിനേക്കാൾ അതിദ്രുതഗതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും മൂല്യവത്തായി തീർന്നത് കഴിഞ്ഞ വർഷം തൊട്ടാണ്. സമൂഹം സ്കൂൾ സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ആ ഒരു തത്വശാസ്ത്രം അന്വർത്ഥമാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഈ ഒരു കലാ മാമാങ്കത്തിൽ കൂടെ നടന്നു വരുന്നത്. നമുക്കറിയാം, ഓരോ വീട്ടിലും
സ്പന്ദനം ഉള്ള പ്രവൃത്തി ഏത് എന്ന് ചോദിച്ചാൽ ഓരോ രക്ഷിതാവിനും ഓരോ വീട്ടുകാർക്കും ഓരോ കുട്ടിക്കും ഓരോ സ്കൂളിനും ഏറ്റവും ഒരു ഊർജം നൽകി വരുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഈ കലോത്സവം എന്ന് പറയുന്നത്. ഒരുപാട് പേരുണ്ട്, പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. ബഹുമാനപ്പെട്ട MP ഉൾപ്പെടെ ധന്യമായ വേദിക്കും അതുപോലെ പ്രിയ സദസ്സിനും എൻ്റെ വിനീത നമസ്കാരം. വേദിയിരിക്കുന്ന ബഹുമാനരെ, പ്രിയമുള്ളവർ, വളരെ സന്തോഷവും അഭിമാനമുള്ള നിമിഷമാണ് നമ്മുടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ഈ പറയുന്ന സ്വർണ്ണക്കപ്പ് എത്തിച്ചതിൽ അലിനെത്തിയത്. MP നിന്ന് ജോയിന്റ് ഡയറക്ടർ എല്ലാവരും വളരെ ചിട്ടയോടെ നിന്ന് അഭിവാദ്യം അർപ്പിക്കുക. തൃശ്ശൂർ ജില്ലയിൽ ഏതാണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ജില്ലയായ സമീപ ജില്ലയായ കണ്ണൂരിലേക്കാണ് ഈ സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം തുടരുന്നത്. എല്ലാവരും കൈ ഉയർത്തി സ്വർണ്ണക്കപ്പിന് അഭിവാദ്യം നൽകുക. സ്വർണ്ണക്കപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാരണവശാലും കുട്ടികൾ അതിൻ്റെ പുറകെ ഓടാൻ പാടില്ല. നിങ്ങളുടെ സീറ്റിൽ തന്നെ ഇരുന്ന് കൈ വീശി ടാറ്റ നൽകി ഈ സ്വർണ്ണക്കപ്പിനെ യാത്രയാക്കുക. Yeah.